ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ല? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. ഇതാ മക്കളെ, പത്തിരി ഇതാ ചുടുന്ന തിരക്കിലാണ്. പരുത്തി വെച്ചത് ചുട്ട് വെച്ചത് ഇതൊക്കെയാണ് ചുടാൻ വെക്കണത്. ഇതാ തിരക്കാണ് മക്കളെ. ഇന്ന് എന്താ മനസ്സിൻ്റെ മൂന്നെണ്ണൊക്കെ നാലിനൊക്കെ ചൂടട്ടോ, 5 ചൂടാ. ചെറിയ പത്തിരിയാണ് 5 ചൂടാ. അങ്ങനെയൊക്കെയാണ് മക്കളെ. ഇന്ന് കറി ഉണ്ടാക്കിയത് എന്താണെന്നറിയോ? കോഴിമുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. ദിയമോള് ചായ കുടിച്ച് കഴിഞ്ഞ് ഇന്നതാണ് കറി ഉണ്ടാക്കിയത് കേട്ടോ. ചെറിയ ഉള്ളിയും ഒക്കെ മുറിച്ചടുപ്പത്തിട്ട് നിങ്ങളോട് എപ്പോഴും പറയണ മാതിരി തന്നെ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കും ചടപ്പാവും. ഇത് കേട്ട് കേട്ട് നിങ്ങൾ മറത്തുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണില്ല. കോഴിമുട്ടക്കറി നെയ്സ് പത്തിരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ചോറിന് അരി ഇടണം, പച്ചക്കറി എന്തെങ്കിലും കൂട്ടാൻ വെക്കണം, എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് മക്കളെ. അപ്പം എൻ്റെ ഹംദാനിക്കും ഹനാനിക്കും പോവാനുള്ള ഡ്രസ്സുകളൊക്കെ ഇസ്തിരിട്ട് വെച്ചിരിക്കണ്. അങ്ങനെയൊക്കെ ഓരോരോ പണിയിലാണ്. പണ്ട് പറയുന്നത് കേൾക്കാം 10 മണി കഴിഞ്ഞാലേ കറണ്ട് പിന്നെ ഇസ്തിരിടാനൊക്കെ പാടുള്ളൂ രാത്രിന്ന്. ഇപ്പൊ കറണ്ട് തീരെ ഇല്ലാത്തതിനെ കൊണ്ട് ഇനി ഇസ്തിരിടണ്ട ചുരുട്ടി അതൊക്കെ വർത്താനങ്ങൾ അങ്ങനെയൊക്കെയാണ്. രാത്രി ഇസ്തിരിടാൻ പാടില്ലാന്ന്, കറണ്ട് കൂടുതൽ എടുക്കും. അതുകൊണ്ട് 10:30 കഴിഞ്ഞിട്ടുള്ളൂ. 10:30 കഴിയണ്ടല്ലോ. അത് കറണ്ട് ഇങ്ങനെ പോയിക്കോട്ടെ നിൽക്കല്ലേ. കുട്ടികൾ എഴുതാത്തോലുണ്ട്. ഇന്നിപ്പോൾ ഹംദാനിപ്പം ഇനി കരയാൻ നിൽക്കും. രാത്രി 2-3 പ്രാവശ്യം ഓൻ എഴുതുന്ന സമയത്താണ് കറണ്ട് പോയത്. ഒന്ന് എഴുതി കുറച്ചു നേരം കഴിഞ്ഞ് അപ്പോഴത്തെ പിന്നെയും കറണ്ട് പോയി. അങ്ങനെ ഓൻ അവിടെ എടുത്ത് ചോദിക്കുക ഏശം ഏത് കിട്ടാൻ കത്തിക്കുകയാണ് ഓന്. അതാണ് മക്കളെ കഥ. ഒന്നും പറയണ്ട മക്കളെ. ഇന്ന് ഇത് പരത്താനും ഇത് കുഴക്കാനും നിൽക്കാതെ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടച്ചതാ. ഇന്നലെ എത്ര പ്രാവശ്യമാണ് മക്കളെ കറണ്ട് പോയത്, ഒന്നും പറയണ്ട. 12:30 മണി അയക്കിന്, 12:15 അയക്കിന് കറണ്ട് വരുമ്പോൾ. അപ്പോഴത്തേക്ക് മക്കൾ ഉറക്കവും പോയി. ഇന്നിപ്പോൾ മക്കളുണ്ട് ഉറങ്ങിയിട്ട് ഇതുവരെ അനാനും ഹംദാനും എണീറ്റിട്ടില്ല മക്കളെ. എന്തോ ഒരു കറണ്ട് പോക്കാണ്. 4 പ്രാവശ്യം ഇന്നലെ കറണ്ട് പോയി. ഉഴുന്ന് ആട്ടാനും ഉഴുന്നും പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടച്ചീനി. അപ്പം എനിക്ക് എളുപ്പപ്പണിയല്ലേ വിചാരിച്ചിട്ട് അത് വേഗം മുക്കി കലക്കി പാർന്നച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് പിന്നെ കറണ്ടും വന്നും പോയി കളിച്ചപ്പോൾ എനിക്ക് അതിട്ട് മറന്നും പോയി. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ നിന്ന് ഉരുട്ടലും പരത്തലും ഒക്കെ തിരക്കിലാണ് മക്കളെ. ഒഴിവില്ല. എന്താണ് ഇങ്ങനെ എടുങ്ങാറാവുന്നത് എനിക്കറിയില്ലേ മക്കളെ. ഇപ്പം ആദ്യമൊന്നും ഇങ്ങനത്തെ ഒരു എടുങ്ങാറില്ല. ഇനി ഇപ്പോൾ വെറും കറണ്ട് പോക്ക് തന്നെ. ഈ രാവിലെ പണിക്ക് പോണ പെണ്ണുങ്ങളെ കാര്യമൊക്കെ പറയേണ്ടിയില്ല. കാരണം ഓരെന്തൊക്കെയുണ്ട്, രാത്രി ആയിരിക്കും തിരുമ്പാണ്ടാവുക, തിരുമ്പല്, അതേമാതിരി ചോറ് വെക്കൽ, കറി വെച്ച് വെക്കൽ, അങ്ങനത്തെയൊക്കെ പണികളൊക്കെ ആയിരിക്കും. എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ട ആൾക്കാർ ആയിരിക്കും. നമ്മളതല്ലല്ലോ, നമ്മൾ അടുക്കള എന്നും പല പണിയെടുത്ത് കുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഓരോ ഇടങ്ങേറായിട്ടുണ്ടാവും. ഈ മക്കൾ ഇന്നേരം വരെ 2 ഉറങ്ങി നീച്ചിട്ടില്ല. പാടിട്ടു ഈ മക്കളെ. ഇങ്ങനൊന്നും കറണ്ട് പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാത്തൊരു ഇടങ്ങേറ് തന്നെ. നമ്മൾ നമ്മൾ ഇസ്തിരിടാൻ എടുത്ത് വെച്ച് രാത്രി നമ്മൾ വേറെ 10 കഴിഞ്ഞാൽ ഇസ്തിരിടായിരിക്കും. അതെല്ലാം വൈകുന്നേരം ഇസ്തിരിടായിരിക്കും. അതൊന്നും ചെയ്തതുമില്ല. അറിഞ്ഞോളിങ്ങൾ. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇപ്പം നമ്മൾ ഇടങ്ങാറായോ അത്രേ പറയാനുള്ളൂ. വെറും കറണ്ട് പോക്ക് തന്നെ. ഒരു ഒഴിവ് തന്നെയില്ല മക്കളെ. ഒന്നും പറയണ്ട. കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഉരുട്ടാൻ നിന്ന് ഭാര്യയൊക്കെ വെള്ളത്തിലിട്ട് അവിടെ തന്നെ ആയിപ്പോയി. എന്ത് പറയാനാണ്? കഥയതാണ് മക്കളെ. വലിയാപ്പ കുറച്ച് കല്ലുമ്മക്കായ കൊണ്ടുവന്നിന് മക്കൾ. അത് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തതാകുമ്പോൾ നന്നാവില്ല. നമ്മൾ പച്ച കൊണ്ടുവന്ന് നമ്മൾ തന്നെ അത് ശരിയാക്കി എടുക്കുന്നതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനത്തതാണ് കൊണ്ടുവന്നത്. ഏതായാലും പാക്കറ്റിൽ വാങ്ങിക്കൊണ്ടുവന്നതാണ്. ലുലുന്നിട്ടം കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും പൊരിക്കാൻ നല്ലതാണ്. അതിന് കുറച്ച് കായൊക്കെ നല്ലോണം കൂട്ടി റെഡിയാക്കി വെക്കാം. വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ അയില മുറിച്ച് കറി വെക്കണം. അപ്പോൾ അയില കുറച്ച് മസാല എടുത്തിട്ട് ഒക്കെ അയിലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മക്കളെ. അപ്പോൾ ഞാൻ അയിലൊന്ന് മസാലയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് വറ്റിച്ച് അവിടെ വെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ കട്ടിമുട്ടി പോട്ടെ. അപ്പോൾ കല്ലുമ്മക്കായ പൊരിച്ചാൽ രസം പച്ചക്ക എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ദിയമോക്ക് അത് മതി. ഇതിൻ്റെ മുളകിട്ട കറി ലേശം കൂട്ടാൻ വേണ്ടി നിർബന്ധിക്കലാണ്. ആദ്യത്തെമാരിയല്ല, മീൻ കൂട്ടാൻ ഭയങ്കര മടിയാണ് മക്കൾക്ക്. അപ്പോൾ കുറച്ച് മീനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആകെ ഇടങ്ങാറാണ്. അപ്പോൾ മീനിൻ്റെ കറിയൊക്കെ കൂട്ടി മക്കളെ കൊണ്ട് ചോറൊക്കെ തിന്നിക്കണം മക്കളെ. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായയിലേക്കുള്ള എല്ലാ സാധനങ്ങളും പൊടികളൊക്കെ ഇട്ടൊന്ന് കൂട്ടി കുഴയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പുപൊടി, അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൂട്ടി കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടണം കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ നല്ലതാണ്. കുറച്ച് ഇഞ്ചി,
അതേമാതിരി ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, വെളുത്തുള്ളിൻ്റെ ഒരു കഷ്ണം. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇതേമാതിരി ഞാൻ അടിച്ച് വെക്കലാണ് ഫ്രീസറിൽ. കാണാത്തോലും കേൾക്കാത്തോലും ഉണ്ടോ കണ്ടോളി മക്കളെ. അങ്ങനെ അതൊക്കെ അടിച്ച് വെച്ചതാണ്. ഇത് ഫ്രീസറിൽ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെല്ലാം കൂടി നല്ലോണം നട്ട് വരട്ടി കുഴച്ച് ഒക്കെ അമർത്തി അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അതിന് 2 പച്ച ഒരു കർമൂസ എടുത്തിന്. കർമൂസ നല്ലോണം ഒന്ന് ചെത്തിയിട്ട് അതൊന്ന് ഉപ്പേരി വെക്കായി അരച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഉപ്പേരി മൂക്ക് പപ്പായ ഉപ്പേരി വെക്കണത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കർമൂസ അല്ലേന്ന്. അപ്പോൾ ആ മർമൂസ തന്നെയാണ്. അങ്ങനെ കർമൂസ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടി മുറുക്കിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്തോട് നോക്കി നിൽക്കുകയാണ്. പച്ച കർമൂസ തിന്നാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ മോളോട്. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മോളിങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ മക്കളെ. എന്ത് പറയാനാ. അപ്പോൾ മക്കളെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ചോറ് വെക്കൽ കഴിഞ്ഞ്, കറി വെക്കൽ കഴിഞ്ഞ്, പത്തിരി ഉണ്ടാക്കി, അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് മക്കളെ. അപ്പം ഇനി ഇതാ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കണം. അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം കുട്ടികളൊക്കെ കുളിപ്പിക്കലും മാറ്റിക്കലും എനിക്കൊന്നൊന്ന് ഒരുങ്ങാനുണ്ട്. എന്നിട്ട് വേണം കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. പിന്നെ വലിയാപ്പൊക്കെ 1-2 സാധനങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് അറിഞ്ഞ് ലുലുന്നു. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് മക്കളെ ഈ പണി കൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഈ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് പോകാനുള്ള പരിപാടിയാണ് മക്കളെ. അപ്പോൾ അതൊന്ന് കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിക്കിന്, അതൊന്ന് പൊരിച്ചിക്കിന്, അയില ഒന്ന് മസാല ഇട്ടിക്കിന്. അയിലാണ് കേട്ടോ മക്കളെ. അതൊന്ന് ഇതാ നല്ലോണം അയില മസാല ഇട്ടിക്കണം. അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല അയിലയാണ് കേട്ടോ. അതൊന്ന് മസാല ഇട്ട് പിന്നെ ഇതാ കർമൂസ ഉപ്പേരി വെച്ച്, പിന്നെ 4 പപ്പടം വേണമെങ്കിൽ പൊരിക്കണം. ലിയമോക്ക് പപ്പടം വലിയ ഇഷ്ടമാണ്. അപ്പം ലിയമോക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് പപ്പടം പൊരിച്ച് വെക്കണം. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ മക്കളെ. ചാനലൊക്കെ കാണാൻ ലൈക്കും ചെയ്യുക, സബും ചെയ്യുക മറന്നു പോലും കുട്ടികളെ. അപ്പോൾ നമ്മളെ കൂടെങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ കൂടെ നമ്മൾ വെക്കുകയാണ് മക്കളെ. നമ്മൾ ഇനിയും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒഴിവില്ല കുട്ടികളെ, ഓരോരോ പണിൻ്റെ തിരക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം നല്ല നല്ല വീഡിയോ ഇടാനും പുറത്ത് പോകാനും അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ പൂതിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യൂ, ഈ അടുക്കള വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല. അടുക്കളത്തെ പണി കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂളിൽ തരാനാവും. അപ്പോഴത്തേക്ക് കുട്ടികൾക്കുള്ളത് നോക്കി കൊടുത്ത് മദ്രസ പറഞ്ഞാച്ച് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ സമയം പോകും. ഈ അടുക്കളയിൽ ഞാനൊരു ജീവിതമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മൾ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യണം. ഫുൾ വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. മറക്കലിട്ടോ കുട്ടികളെ. നിങ്ങൾ മറക്കൂല എന്ന് എനിക്കറിയാം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഹായ്.